കോഴിക്കോട് കുന്നമംഗലത്ത് ലോഡ്ജിൽ നിന്ന് MDMA പിടികൂടിയ കേസിലെ മുഖ്യപ്രതി പോലീസിന്റെ പിടിയിൽ. നൈജീരിയൻ സ്വദേശി ഫ്രാങ്ക് ചിക്സിയെ നോയിഡയിലെത്തിയാണ് പോലീസ് പിടികൂടിയത്. നേരത്തെ പിടിയിലായ ടാൻസാനിയൻ സ്വദേശികളിൽ നിന്നാണ് ഇയാളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ജനുവരി 21-നാണ് കുന്നമംഗലത്തെ ലോഡ്ജിൽ നിന്ന് 227 ഗ്രാം MDMAയുമായി രണ്ടുപേരെ ഡാൻസ് ഓഫും പോലീസും പിടികൂടിയത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ 2 ടാൻസാനിയൻ സ്വദേശികൾ കൂടി കേസിൽ അറസ്റ്റിലായി. വിദ്യാഭ്യാസത്തിനായി ടാൻസാനിയയിൽ നിന്നെത്തിയ 2 പേരാണ് അറസ്റ്റിലായത്. ഇവരുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ പണം ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ടുകൾ പരിശോധിച്ചാണ് നൈജീരിയൻ സ്വദേശിയെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. കുന്നമംഗലം പോലീസ് സംഘം ഡൽഹിയിൽ തങ്ങിയാണ് നൈജീരിയൻ സ്വദേശി ഫ്രാങ്ക് ചിക്സിയെ നോയിഡയിലെ ആഫ്രിക്കൻ മാർക്കറ്റിൽ നിന്നും പിടികൂടിയത്. ഇയാളിൽ നിന്നും 4 മൊബൈൽ ഫോണുകൾ, 7 സിം കാർഡുകൾ, 3 ATM കാർഡുകളും പിടിച്ചെടുത്തു. 32 മ്യൂൾ അക്കൗണ്ടുകൾ വഴിയാണ് ഇടപാട് നടത്തിയത്. ടാൻസാനിയയും നൈജീരിയയും മറ്റ് രാജ്യങ്ങളിലൊക്കെ വന്നിട്ട് ഇവിടെ പഠനം ആവശ്യാർത്ഥം എന്ന് പറഞ്ഞു വരികയും ഇവിടെ മെഴ്സിഡീസ് ബെൻസ് പോലത്തെ കാറുകളിലൊക്കെയാണ് അവരുടെ പഠനാവശ്യാർത്ഥം പോകുന്നതും വരുന്നതൊക്കെ. അപ്പോൾ അവരുടെ താമസിക്കുന്നത് ലക്ഷക്കണക്കിന്, ഒരു മാസം തന്നെ ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ താമസിക്കുന്നു. അവരുടെ ഇൻകം സോഴ്സ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇൻകമല്ല, ഇവിടുത്തെ ഇത്തരം കച്ചവടങ്ങളിൽ ഉണ്ടാകുന്ന ഇൻകമാണ്. അങ്ങനെ ഇൻകം ഉണ്ടാക്കിയ അവരുടെ അടിത്തറ തകർക്കുക എന്ന രീതി തന്നെയുള്ള ഒരു പരിപാടിയായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ നമ്മൾ പോകുന്നത്. ലഹരി ഉപയോഗിക്കാത്ത ഇയാൾക്ക് ലഹരി ഉൽപ്പാദനവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. കേസിൽ ഇതുവരെ 6 പേർ അറസ്റ്റിലായി. മീഡിയ 1 കോഴിക്കോട്.